മംഗളവാർത്ത 3-ാം ഞായർ. ലൂക്ക 1:57 മുതൽ 66 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷം ഹൃദയത്തിൽ അനുഭവിക്കുവാനുള്ളതാണ്. യോഹന്നാനു വേണ്ടി ഒരു ദിവസം. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നൊരു ചോദ്യം ഇന്ന് ഉയരുന്നുണ്ട്. കുഞ്ഞിൻ്റെ പിതാവ് ഒരെഴുത്തു പലകയിൽ യോഹന്നാൻ എന്ന് എഴുതിയപ്പോൾ അദ്ദേഹത്തിന് സംസാരശേഷി തിരിച്ചു കിട്ടുന്നു. സ്വർഗീയ പിതാവ് അവനു വേണ്ടി നിശ്ചയിച്ച പേരാണ് യോഹന്നാൻ എന്ന പേര്. അവൻ്റെ സ്വന്തം പിതാവിൻ്റെ പേരല്ലത്. വചനത്തിന് മുന്നോടിയായി വന്നവന് ദൈവം നിശ്ചയിച്ചു കൊടുത്ത പേരാണത്. അവൻ അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കർത്താവിനെ തിരിച്ചറിഞ്ഞിരുന്നു. ഇന്ന് ക്രിസ്മസിന് മുമ്പുള്ള ഒരു പിറവിയുടെ ആഘോഷമാണ്, യോഹന്നാൻ്റെ പിറവി. കർത്താവിന് മുന്നോടിയായി വന്ന യോഹന്നാൻ്റെ പിറവി യേശുവിൻ്റെ പിറവിക്ക് 6 മാസം മുമ്പേ ആയിരുന്നു. അത് വചനം മാസമായി പിറന്നതിൻ്റെ സാക്ഷ്യവും വിളംബരവും കൂടിയായി. ഒപ്പം 9 മാസം നീണ്ടുനിന്ന സഖറിയായുടെ നിശബ്ദതയുടെ വിരാമമായിരുന്നു. യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര് എന്ന് എഴുത്തുപലകയിൽ എഴുതിയപ്പോൾ അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞു. നാവ് സ്വതന്ത്രമായി. പിന്നീട് കൃതജ്ഞതയുടെയും സന്തോഷത്തിൻ്റെയും സ്തോത്രഗീതം ആ നാവ് ഉരുവിട്ടു. യോഹന്നാൻ എന്ന ആ പേര് തന്നെ രക്ഷയുടെ അടയാളമായി. ദൈവം കരുണ കാണിച്ചു എന്നർത്ഥമുള്ള ആ പേര് അങ്ങനെ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്ക് കരുണയുടെ അടയാളമായി. മരുഭൂമിയിൽ പ്രതിധ്വനിക്കുന്ന വചനമാണ് അവിടെ പിറന്നത്. സഖറിയായുടെയും എലിസബത്തിൻ്റെയും ജീവിതത്തിൽ യോഹന്നാൻ നിറസാന്നിധ്യമായി. അവരുടെ ശൂന്യതയെയും വന്ധ്യതയും ദൈവം എടുത്തുമാറ്റി. അവരുടെ വാർദ്ധക്യത്തെ അവിടുന്ന് യൗവനമാക്കി തീർത്തു. യെസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും, അവൻ്റെ വേരിൽ നിന്നും ഒരു ശാഖ പൊട്ടിക്കിളിർക്കും എന്ന ഐസയായുടെ വാക്കുകൾ 11:1 അവരിൽ നിറവേറുകയായിരുന്നു. ഉണങ്ങി വരണ്ട മരുഭൂമി പോലെയായിരുന്നു അവരുടെ ജീവിതം. ആ മരുഭൂമിയിലാണ് യോഹന്നാൻ പിറന്നത്. അവരുടെ ശരീരം പ്രതീക്ഷയറ്റ യെസ്സയുടെ കുറ്റിയായിരുന്നു. മുറിച്ചു മാറ്റപ്പെട്ട മരത്തിൻ്റെ കുറ്റിയും ഉണങ്ങിപ്പോയി എന്ന് കരുതിയിരുന്നപ്പോൾ അതിൽ നിന്ന് പ്രത്യാശയുടെ ഒരു മുള കിളിർത്തു വന്നു. അവരുടെ ജീവിതത്തിൻ്റെ യൗവനം, യുവത്വം അവർക്ക് തിരിച്ചു കിട്ടി. പ്രവചനം പ്രധാനമായി ഈശോയെക്കുറിച്ച് ആണെങ്കിലും മുന്നോടിയായി വന്ന യോഹന്നാനു വേണ്ടിയും അത് അർത്ഥപൂർണമായി. ഈ പ്രത്യാശയാണ് ഇന്ന് യോഹന്നാൻ്റെ ജനനത്തോടെ പ്രഘോഷിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ പലരുടെയും ജീവിതത്തിൽ ഇത് പ്രത്യാശ ഉദിപ്പിക്കുന്ന വാക്കുകളാണ്. എല്ലാം അവസാനിച്ചു പോയി എന്ന് കരുതിയിരുന്നിടത്ത് ഒരു ഉണക്കമരത്തിൻ്റെ വേരിൽ നിന്നും ഒരു മുള പുറത്തേക്ക് വന്ന് അത് ജീവനായി പ്രത്യക്ഷപ്പെടുന്നത് പോലെ, പുതുജീവൻ കൊള്ളുന്നത് പോലെയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഈ പ്രത്യാശയുടെ പിറവിക്ക് മുമ്പ് ദീർഘമായ കാത്തിരിപ്പുണ്ട്, പ്രാർത്ഥനയുടെ ആവർത്തനമുണ്ട്, സ്വർഗത്തിലേക്ക് ഉയരുന്ന ധൂപാർപ്പണവുമുണ്ട്. എലിസബത്തിനും സഖറിയായിക്കും അവരുടെ വാർദ്ധക്യത്തിലും വന്ധ്യതയിലും ഒരു പുത്രനെ ലഭിച്ചു എന്ന് മാത്രമല്ല, അവർക്ക് പുതുജീവനും പ്രത്യാശയും നൽകിയത്. യോഹന്നാനെ ദൈവം സ്വന്തമാക്കി തൻ്റെ ദൗത്യത്തിനായി അവനെ തിരഞ്ഞെടുത്തു. അവരുടെ വാർദ്ധക്യത്തിൽ അവൻ കൂട്ടായി ഒപ്പം നിന്നില്ല. ദൈവം അവനെ മരുഭൂമിയിലേക്ക് അയച്ചു, അവനെ പ്രവാചക ദൗത്യത്തിനെ പാകപ്പെടുത്തിയെടുക്കുവാനായി. അവരുടെ ജീവിതം തന്നെ ഒരു പുതുപ്പിറവി അല്ലെങ്കിൽ യൗവനം അനുഭവിക്കുകയായിരുന്നു. മക്കൾ വഴിയുള്ള ജീവിത പൂർത്തീകരണത്തിനും ഒരു ആപേക്ഷികതയുണ്ട്. അവർ വഴിവരിഞ്ഞു പോയേക്കാം, എങ്കിലും മാതാപിതാക്കളുടെ ജീവിതം അതിൻ്റെ തനിമയിൽ ഒരു പുതുജീവിതത്തിലേക്കും പുതുജന്മത്തിലേക്കും യൗവനത്തിൻ്റെ അനുഭവത്തിലേക്കും കടന്നു വരണം. കാരണം അവരുടെ ജീവിതത്തിൻ്റെ തനിമയെ ആർക്കും അപഹരിക്കാനാവുന്നതല്ല. അവരെ ആക്കുന്നത്, അതായത് അവരുടെ ജീവിതത്തിനും ഒരു പൂർത്തീകരണം നൽകുന്നത്, അവരുടെ തനിമയെ നിലനിർത്തുന്ന പൂർത്തീകരണമാണ്. ഇന്നത്തെ സുവിശേഷം നമ്മിൽ പലർക്കും, നമ്മുടെ ഇടയിൽ പലർക്കും പ്രത്യാശ പകരുന്നതാണ്. അതിനാൽ അത് സദ്വാർത്തയാണ്. ഈ പ്രത്യാശ വളരുന്ന ഒന്നാണ്. വളർന്ന് അത് പൂർത്തിയാകുന്നത് ദൈവപുത്രനായ ക്രിസ്തുനാഥൻ്റെ പിറവിയോടെയാണ്. അതിനായി നമ്മുടെ മനസ്സും ഹൃദയവും കാത്തിരിക്കുന്നു. നമ്മുടെ ഭവനങ്ങളും ദേവാലയങ്ങളും നമ്മുടെ സ്ഥാപനങ്ങളിൽ പലതും ആ പിറവിയുടെ ഒരുക്കങ്ങൾ വെളിപ്പെടുത്തുന്നു. രാത്രികൾ പ്രകാശമാനമായിക്കൊണ്ടിരിക്കുന്നു. കാത്തിരിപ്പ് കൂടുതലായി നമ്മൾ അനുഭവിക്കുന്നത് രാത്രിയുടെ ഏകാന്തതയിലാണ്.
അവസാനം ക്രിസ്മസ് രാത്രിയിൽ പാരത്രികമായ പ്രകാശത്തിൽ എല്ലാം കുളിച്ചു നിൽക്കും. കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളുടെ ഹൃദ്യത നമുക്ക് അനുഭവിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. ഏവർക്കും ആഗമനകാലം 3-ാം ഞായറിൻ്റെ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു. ഫാദർ ജെയിംസ് പുറത്തയിൽ, CST.